ഹലോ. അങ്ങനെ 27-ാം തീയതി കേരളത്തിലെ ഏറ്റവും വലിയൊരു സിനിമാ ആഘോഷം വരികയാണ്. 27-ന് എമ്പുരാൻ റിലീസ്. അതിനോടനുബന്ധിച്ച വേറൊരു കാര്യവും നടന്നിട്ടുണ്ട്. സിനിമയിലെ ടിക്കറ്റ് നിരക്കുകൾ ഞാൻ ഇങ്ങനെ ബുക്ക് മൈ ഷോയിൽ നിന്ന് പരിശോധിച്ചു. ടിക്കറ്റ് നിരക്കിൻ്റെ കൂടിയേക്കുന്നത് ഞാനൊന്ന് വായിക്കാം. സിനിപോളിസ് ഐമാക്സ്, അതായത് എറണാകുളത്ത് സിനിപോളിസിൽ 900-850 ടിക്കറ്റ് റേറ്റ്. അതേസമയം തിരുവനന്തപുരത്തെ PVR ഐമാക്സിൽ 1200-900. അതുപോലെ തന്നെ PVRൻ്റെ റിക്ലൈൻ സീറ്റ്, ഏറ്റവും പുറകിലത്തെ സാധാ സീറ്റുകൾക്ക് വരെ അവർ 750 രൂപ ആക്കിയിട്ടുണ്ട്. റിക്ലൈൻ സീറ്റ്, അത് ബാക്ക് സൈഡിലത്തെ സീറ്റുകൾക്ക് 750 രൂപ എല്ലാ തിയേറ്ററുകളിലും PVRൻ്റെ. അതുപോലെ തന്നെ PVR XL, അതായത് ഫോറം മാളത്തിൻ്റെ PVR XLൻ്റെ റേറ്റ് 1200-900. അതുപോലെ തന്നെ PVR ലക്ഷറി, അത് നമുക്ക് ആവശ്യമില്ല, ആവശ്യമുള്ളവർ മാത്രം അവിടെ കയറുള്ളൂ. PVR ലക്ഷറിയിലെ റേറ്റ് കൂട്ടിയതെന്ന് പറയുകയാണ് 1400-1200. ബാക്കി തിയേറ്ററുകളിലൊക്കെ 20-30 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. നമ്മുടെ വനിതയിൽ നൈസായിട്ട് 190 എന്നുള്ളത് 10 രൂപ കൂട്ടി 200 എന്നാക്കി. ഈടെയാണ് 170-190 ആയത്. അങ്ങനെ എല്ലാ തിയേറ്ററുകളിലും തിയേറ്റർ റേറ്റ് കൂട്ടിയിരിക്കുകയാണ്. പിന്നെ PVRൻ്റെ സാധാ സ്ക്രീനുകളിലെ ടിക്കറ്റ് നിരക്ക് 50-ഉം അതുപോലെ 60-ഉം വെച്ച് വേറെയും കൂട്ടിയിട്ടുണ്ട്. ഓർത്ത് നോക്കിയേ, ഒരു സിനിമ റിലീസാകുന്നതിൻ്റെ ഒരു ഹൈപ്പ് വന്നതിൻ്റെ സാധാരണക്കാരൻ്റെ തലയിലേക്കാണ് ഇത് മുഴുവൻ വന്ന് അടിച്ച് വീണിരിക്കുന്നത്. അവർ പറയുന്നു ഇത് XL കാണണം, ഐമാക്സിൽ കാണണം, ആസ്പെക്ട് റേഷ്യോ വെച്ച് നിങ്ങൾ മസ്റ്റായിട്ട് കാണേണ്ട സിനിമയാണ്. പക്ഷേ ഇതെങ്ങനെ ഒരു ഫാമിലിക്ക് ഇത് പോകാൻ പറ്റും? 1200 രൂപ വെച്ച് ഒരു 6 പേര് പോയാൽ എത്ര രൂപയായി? ഇന്ന് കൂട്ടി നോക്കിയേ, 7000 രൂപ. ഒന്ന് നോക്കുക, കണക്കൂട്ടി നോക്കുക. ഇതെല്ലാം സാധാരണക്കാരൻ്റെ പെടലേക്ക് വന്ന് വീണിരിക്കുകയാണ്. ഒരു സിനിമ, ഒറ്റ സിനിമ കാരണം റേറ്റ് കൂടിച്ച. പക്ഷേ എങ്ങനെ കാണിച്ചാലും ഇത് ആൾക്കാർ കാണും. അതുപോലെ ഹൈപ്പിലാണ് പടം നിൽക്കുന്നത്. സകല ഏത് യൂട്യൂബ് തുറന്നാലും എങ്ങനെ കാണിച്ചാലും എമ്പുരാൻ എന്ന് മാത്രം. പക്ഷേ ഈ പറയുന്ന ഞാനും പോയി കാണും ഇതിന്. അതായത് ഞാനിന്ന് സൂചിപ്പിക്കുകയാണ്, കൂടിയ റേറ്റുകൾ നിങ്ങളൊന്നും ഒന്ന് പരിശോധിക്കുക, ഒന്ന് അഭിപ്രായം പറയുക കേട്ടോ. ഓക്കെ, താങ്ക് യു.